ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഏറ്റവും എനർജൈസ്ഡായി നിന്നാൽ അവന് ഓരോ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ഏറ്റവും ഊർജ്ജസ്വലനായി നിൽക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്നാമതായിട്ട് നമുക്കറിയാം, നമുക്ക് വേണ്ടത് റെസ്റ്റാണ്. റെസ്റ്റ് ശരിയായ രീതിയിൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയേ നമ്മൾ ഉറക്കണം. ഈ ഉറക്കക്കുറവുണ്ടെങ്കിൽ കുറച്ച് സ്ലീപ്പ് നാപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ നിൽക്കാൻ. ഈ 2024 തുടങ്ങിയതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലീപ്പ് നാപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ എനർജൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൂടുതൽ ഈ കണ്ടൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ എനർജൈസ്ഡ് ആക്കി നിലനിർത്താൻ വേണ്ടി എൻ്റെ പേഴ്സണൽ ഹെൽത്ത് സഫർ ചെയ്യാതെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നോക്കിയപ്പം കുറച്ചുകൂടി എനർജൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നുണ്ടെന്നതാണ്. അപ്പോൾ വല്ലാണ്ട് ഉറക്കക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അവിടെ ബാക്കി ഉണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യം എന്തിനു കൊടുക്കും? ഈ ഒരു ഉറക്കത്തിന് കൊടുക്കും. ആ സ്ലീപ്പ് നാപ്പ് പാസ്സാക്കുന്നതിൽ കൂടി ആ ഹൈ എനർജി റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മളൊരു ദിവസം നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അത് നമ്മൾ രാവിലെ ആണല്ലോ നമുക്ക് ഏറ്റവും എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്ന സമയം. നമുക്ക് രാവിലെ എനർജി ശേഖരിച്ചാൽ പിന്നത്തെ ഒരു ദിവസം മുഴുവനും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാമല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ. അപ്പോൾ രാവിലെ ഒരു 8 മണിൻ്റെ മുമ്പായിട്ടെങ്കിലും ഒരു 35 മിനിറ്റ് നടക്കാൻ വേണ്ടി നിങ്ങൾ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. ഈ നടക്കുന്ന സമയത്ത് നമ്മൾ ഊർജ്ജസ്വലതയോടെ നിർത്തുന്ന ഒരുപാട് ഹോർമോൺസാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മറന്നു പോകരുത് കേട്ടോ. നമുക്ക് നല്ല ഉറക്കം നൽകുന്ന മെലറ്റോണിന്, നമുക്ക് സന്തോഷം നൽകുന്ന സെറട്ടോണിന്, പിന്നീട് നമുക്ക് വേദന സമ്പാദിക്കുന്ന എൻഡോർഫിനുകൾ, ഈ ഹോർമോണുകളൊക്കെ നല്ലൊരു നടത്തം കൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മളെ ഒരു ദിവസം തന്നെ പൂർണ്ണമായിട്ടും ഊർജ്ജസ്വലതയോടെ നിലനിർത്തുന്ന ഒരു ഇന്ധനമായി അത് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ആർട്ട് എന്താണെന്നറിയോ? കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ? അപ്പോൾ നമ്മളിപ്പോൾ മത്തങ്ങയും വത്തക്കയൊക്കെ മുറിക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ മുറിച്ച് ഭംഗിയാക്കി ഇങ്ങനെ വെക്കാറില്ലേ? അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല ഒരു ആർട്ട് വർക്ക് പോലെയൊക്കെ അത് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദ വലയത്തോടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ എനർജൈസ്ഡ് ആവും എന്നുള്ളതാണ്. ചില ആൾക്കാരെ കൂടെയൊക്കെ നമ്മളങ്ങോട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി, നമുക്ക് വല്ലാത്തൊരു ഊർജ്ജസ്വലതയായിരിക്കട്ടെ. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾക്ക് സ്നേഹം പകർന്നു നൽകുന്ന, നമ്മളെ പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളോട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് നമ്മളെ എനർജി നമ്മളിലേക്ക് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് സ്വയം ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ബി ഹെൽത്തി, ബൈ.